സെറ്റ് കുട്ടപ്പൻ ഞാൻ ഒരു പൈസ പോലും നമ്മളെ സ്ഥിരം ആളല്ലേ ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കൊച്ചിയുടെ ജെട്ടിയാണ് കേട്ടോ. കൊച്ചിയുടെ ജെട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ലേലം അടിപൊളി വല്ലാത്ത ലാഭത്തിന് ഇവിടെ ഭയങ്കരമായിട്ട് മീൻ കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ വന്നതാണ്. പണ്ട് നമ്മൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ ഒരു നമ്മുടെ കടലിൽ നിന്ന് മീൻ കിട്ടാത്ത സാഹചര്യത്തിൽ പോലും ഇവിടുന്ന് മീനുകൾ വൻ ലാഭത്തിൽ കിട്ടുന്നു. അതായത് വീട്ടുകാർക്ക് കറി വെക്കാനുള്ള കറിക്കാരാണ് ഇവിടെ കൂടുതൽ, കച്ചവടക്കാർ ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് വൻ ലാഭത്തിൽ മീനുകൾ വാങ്ങിക്കാം, നല്ല ഫ്രഷ് മീനുകൾ. അപ്പം ലേലത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൂടാതെ നിങ്ങൾക്ക് ആദ്യം വീഡിയോ പെട്ടെന്ന് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾക്ക് തരികയും വേണം. നിങ്ങളുടെ തമ്പ് ഇംപ്രഷനാണ് ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, നിങ്ങൾ പോട്ട്. അപ്പം ഞങ്ങൾ വീഡിയോയിലേക്ക് കിടക്കുക. വലുത് വലുത് നല്ല മീനുണ്ട് മേടിച്ചു വലുത് യൂട്യൂബ് നോക്കി നമ്മുടെ ആൾക്കാർ വന്നറിയാം. അങ്ങോട്ട് മാറി മതി ഇങ്ങനെ ഞാൻ ഇവിടെ ഒരു മനുഷ്യനെ കണ്ടില്ല, അങ്ങോട്ട് വരച്ചിരിക്കുമായിരുന്നു. കള്ളിക്കാടായിട്ടുള്ളൂ അല്ലേ? വിട്ടതേ ഉണ്ട് നാടത്തിലൊക്കെ. രണ്ടില്ലേ? രണ്ടില്ല. അക്കരെ കാണല്ല വരെ അപ്പം നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കൊച്ചിയുടെ ജെട്ടി എന്ന ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഇത് മുതുകുളത്താണുള്ളത് കേട്ടോ. മുതുകുളത്താണുള്ളതെങ്കിലും നമുക്കാണെങ്കിൽ കായംകുളം വഴി വരുന്നവർക്ക് അവിടെ അതുവഴി കട്ട് ചെയ്ത് കയറി വരും. ഹരിപ്പാട്ട് വരുന്നവർക്ക് കരിലക്കുളങ്ങര, രണ്ടുപേർക്ക് ഏകദേശം കരിലക്കുളങ്ങര വഴി കട്ട് ചെയ്ത് വരുന്നതാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലേലം ആരംഭിക്കുന്നത് കറക്റ്റ് ഒരു 7-7:15 ആകുമ്പോഴത്തേക്ക് ലേലം ആരംഭിക്കും. അപ്പം മാക്സിമം ഇപ്പോൾ ഇച്ചിരി നേരം പെട്ടെന്ന് വിളിക്കുന്നതുകൊണ്ട് തന്നെ ലേലം ആ ടൈം ആകുമ്പോഴത്തേക്ക് നേരത്തെ 7:30 കഴിയുമ്പോഴത്തേക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും കഴിവതും മീൻ വാങ്ങിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും നേരത്തെ എത്തുക. പിന്നെ കൂടാതെ ഇവിടെ നമ്മൾ ലേലം വിളിക്കുന്ന സുനിലേട്ടൻ്റെ നമ്പറൂടെ കൊടുത്തേക്കാം. ഇപ്പോൾ ദൂരനാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് മീൻ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വരുന്ന ടൈമും അല്ലെങ്കിൽ വരുന്ന മീനുകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നേരത്തെ. അപ്പം നിങ്ങൾ ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ ലേലം ഇല്ലാതെ തന്നെ മീൻ എടുക്കണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും നല്ല ഫ്രഷ് കരിമീനും സിലോപ്പിയും കൊഞ്ചൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ വരുന്നവരാണെങ്കിൽ പോലും പുള്ളിയുടെ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലുള്ള ലേല വിശേഷങ്ങളിലേക്കൊക്കെ അടക്കാം. ഞാൻ ആദ്യമേ ഒരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയിലൂടെ പുള്ളിയുടെ നമ്പർ വീഡിയോയ്ക്കകത്ത് കൊടുത്തേക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ലേലക്കടവിൽ നിന്ന് ഇത്രയും സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വള്ളക്കാരയിൽ നിന്ന് നേരിട്ട് ലേലം ഇതായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാനും പറ്റും. അങ്ങനത്തെ ഒരു സജ്ജീകരണമുണ്ട്. എനിക്കവിടെ കണ്ട ഒരു കാഴ്ചയാണ്. ഞാൻ അവരുടെ നിന്ന് നേരിട്ട് നിങ്ങൾക്കൊരു വില പറഞ്ഞ് സാധനം എടുക്കാൻ പറ്റും. നമുക്ക് നല്ലതാണോ ചീത്തയാണോ നോക്കാം, എത്രയുണ്ട് ഇത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് പറയുന്നത് നേരിട്ട് ലേലം വിളിച്ചല്ലാതെ നേരിട്ട് നമുക്ക് സാധനം എടുക്കാനും പറ്റും.
ഞണ്ടിൻ്റെ സംഭവത്തിൽ നമുക്കാണെങ്കിൽ ഞണ്ടിൻ്റെ വില നമുക്ക് ഓരോ സൈസിലുള്ള ഞണ്ടിന് ഓരോരോ വില കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ഞണ്ട് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഇത് പല തരത്തിലാണ് ഞണ്ടിൻ്റെ വില കൊടുത്തേക്കുന്നത് ഇവർ. അപ്പോൾ നമുക്കിവിടെ വന്ന് നോക്കിയിട്ട് വലുപ്പം അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് സാധനം എടുക്കാൻ പറ്റും. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പേര് കുട്ടപ്പായി എന്നാണ്. കുട്ടപ്പായി ചേട്ടൻ്റെ നമ്പറിലൂടെ ഞാൻ ഇതിൻ്റെ അത് ആഡ് ചെയ്യുകയാണ്. പുള്ളി എപ്പോൾ വിളിച്ചാലും ഞണ്ട് കിട്ടും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഒത്തിരി നാളായി. ഞാൻ എടുക്കുന്ന വില മേടിച്ചിട്ടുള്ളൂ. ഞാൻ ഒരു പൈസ പോലും ഇല്ല. നമ്മളെ സ്ഥിരം ആളല്ലേ. ഞാൻ പാലം കയറിയാൽ ആടിച്ചോട്ടുണ്ട്. പിന്നെ തിരിച്ചു വണ്ടി നമ്മൾ നോക്കണ്ട. അപ്പുറത്ത് കച്ചവടം കഴിഞ്ഞാൽ അപ്പം കൈ നമ്മുടെ അടുത്ത് ഞണ്ട് മേടിക്കുന്നു. നേരത്തെ എന്നിടത്ത് കാണിച്ച അമ്പോ സെറ്റ്. കുട്ടപ്പായ ചേട്ടൻ എന്നും വെറൈറ്റി ആയിട്ടാണ് സാധനം എടുക്കുന്നത് അല്ലേ. നമ്മുടെ ഞണ്ടിന്റെ ഞണ്ടിന്റെ വീടാണ്. ഞണ്ടിന്റെ ലോഗോ ഇതിന്റെ മൊത്തം കൊട്ടയിൽ അടുക്കി വെച്ചേക്കാ. എത്ര? 400 രൂപ. കുറവൊന്നുമില്ല. എനിക്ക് കുറച്ച് കിട്ടിയാൽ ഞാൻ കുറച്ച്. ഇതെത്ര? അത് 550. ഇത് അപ്പോൾ ലേലക്കടവിലെ ലേലവിശേഷങ്ങൾ നമ്മൾ തുടങ്ങുകയാണ്. ലേലക്കടവിലെ ലേലം വിളിക്കാനായിട്ട് ഓരോ മീനുകളും ഓരോരോ സെറ്റുകളായിട്ട് ഓരോരോ സ്ഥലത്തായിട്ട് അവർ അടുക്കി ലേലത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിനായിട്ട് തുടങ്ങിയതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ലേലം മാത്രമാണ് ഞാൻ ഇങ്ങനൊരു പ്രത്യേകത കണ്ടത് കേട്ടോ. എല്ലാ ആൾക്കാരും അവരവരുടെ ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് മീൻ വെച്ച്, പിന്നെ ഇവിടുത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഐസ് ഇടാത്ത ഫ്രഷ് മീനാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഒരു തടിയേലും അല്ലെങ്കിൽ ടാർപ്പോയിലും ഒക്കെ കളവായിട്ട് ഓരോരോ സ്ഥലത്തിൽ അവരവരുടെ സ്പോട്ടിൽ കൃത്യമായിട്ട് സാധനം വെച്ച് ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പം ലേലം വിളിക്കുന്ന ഒരാൾ വന്ന് ലേലം വിളിക്കും. നമ്മുടെ സുനിലേട്ടനാണ്. ഇപ്പോൾ സുനിലേട്ടൻ വന്ന് ലേലം വിളിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ളവരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ ആൾക്കാരൊക്കെ മീൻ വീണ്ടും എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വെക്കുന്നത് കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഇപ്പം ബാക്കി നമുക്കിനി ലേലത്തിൻ്റെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇവിടെ കിട്ടുന്ന മീനിൻ്റെ ഫ്രഷ്നെസ്, അതായത് ഐസ് ഇടാത്ത നല്ല പക്കയായിട്ടുള്ള ഫ്രഷ് മീനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആ കാര്യത്തിൽ നമുക്ക് ഒരു ഇതും പറയില്ല. ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മീനുകളാണ് ഇവിടെ കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി ഇവരുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇവർ ഇപ്പോൾ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടായിട്ട് സെക്കൻഡ് പാർട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. അതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പം നീ ലേലവിശേഷങ്ങളിൽ കണ്ട് നിങ്ങളിതിൻ്റെ ഇവിടുത്തെ വില, ഇവിടെ എന്താണ് ജീവനുള്ള മീനാണ്, ലേലത്ത് വിശേഷത്തിൽ കണ്ട് ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തന്നെ തിരിച്ചറിയുക. ഇനിയും വില കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അയച്ചു തരിക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ കാത്തു നിൽക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം. 470 150 രൂപ വിളിയുണ്ട്.
160 രൂപ 170 രൂപ 180 രൂപ 200 രൂപ 210 രൂപ 220 230 240 250 260 270 80 90 300 രൂപ 300 ഒരു തരം 2 തരം 300 രൂപ 300 രൂപ 250 രൂപ 250 260 260 260 270 80 280 90 300 രൂപ 300 ഒരു തരം കൊടുത്തില്ല മുതലായില്ല മത്തിക്ക് 400 രൂപ കൊടുക്കണം. ഞങ്ങൾ ഇത് 300 രൂപ 350 രൂപ 350 രൂപ 390 രൂപ 410 രൂപ 410 രൂപ 410 രൂപ 420 രൂപ 420 രണ്ട് പേര് 430 450 460 470 470 480 490 500 രൂപ 510 രൂപ 510 520 ഒരു തരം 2 തരം 3 തരം 520 400 രൂപ 400 രൂപ 400 410 420 430 440 450 വിളി വേഗം 460 60 പെട്ടെന്ന് 460 രൂപ 470 80 രൂപ 480 ഒരു തരം 2 തരം 3 തരം 480 200 രൂപ 210 രൂപ 230 രൂപ 250 രൂപ 260 രൂപ 270 രൂപ 280 രണ്ട് പേര് 300 രൂപ 300 ഒരു തരം 2 തരം 3 തരം പി ഷാജി ഈ പി ഷാജിയുടെ 8ാം മാസം തൊട്ട് പി ഷാജിക്ക് ഓണത്തിന് കിട്ടുന്ന പൈസകളായിരുന്നു. ഓ അത് ശരി. ഓണത്തിനൂടെ ഇതായിട്ടും കൊടുക്കുന്നുണ്ട്, ഇവർക്ക് കൊടുക്കുന്ന വേതനമായിട്ടും കൊടുക്കുന്നുണ്ട് അല്ലേ? അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ 10 രൂപ മേടിച്ചിട്ട് 6 രൂപ ഓണത്തിന് തിരിച്ചു കൊടുക്കും. 6 രൂപ ഓണത്തിന് തിരിച്ചു കൊടുക്കും. അതായത് ഇങ്ങോട്ട് കിട്ടുന്നത് അതേപോലെ തന്നെ വീണ്ടും അവർക്കൊരു നമ്മൾ കൂട്ടിയിട്ട് അവർക്കുള്ളൊരു ബെനിഫിറ്റ് ആയിട്ട് സംഭവം കൊടുക്കും. കാര്യം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഓണത്തിന് കൈ നിറച്ച് കാശ് കിട്ടുമ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടേ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോരുത്തരുടെയും അതൊരു അടിപൊളി പരിപാടിയായിട്ട് ഓരോരുത്തരുടെയും പേരും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന ബുക്കാണ്. അവരുടെ കയ്യിൽ കിട്ടുന്ന അന്നന്ന് നമ്മളെല്ലാ സംഭവങ്ങളും എഴുതിയെടുത്തിട്ട് അവരുടെ 5 രൂപ വെച്ച് ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് 6 രൂപ നമ്മൾ ഓണത്തിന് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് 25,000 രൂപ 30,000 രൂപ ബോണസായിട്ട് കിട്ടുമ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് 40,000 രൂപയ്ക്ക് മേളിൽ ഓരോ ആൾക്കാർക്കും ഓണത്തിന് ഒന്നിച്ചൊരു എമൗണ്ട് കിട്ടും. അതെന്തായാലും അടിപൊളി പരിപാടിയാണ്. കാരണം മത്സ്യത്തൊഴിലാളികൾ നടക്കുന്നത് ഒരു നല്ലൊരു തുക അവർക്കും കിട്ടും. അവർക്ക് ഓണത്തിന് അവർക്കും സന്തോഷമാണ്. ഓണം അവരുടെ അതുകൊണ്ട് ഇവരുടെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെലവായി പോകും. പെട്ടെന്ന് അന്ന് ഇപ്പൊ 2,000 രൂപ കിട്ടിയാലും അവരന്ന് ഇസാപ്പ് എന്നും പറഞ്ഞ് കുറെ ലോണുകൾ എടുത്തിട്ട് അങ്ങ് ചെലവാക്കും. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരു ഡിപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ കരുതിയിട്ട് അത്ത ഉദിക്കുന്ന അന്ന് എല്ലാവർക്കും നമ്മൾ പൈസ കൊടുക്കും. അപ്പൊ അവരുടെ കുടുംബത്തിൽ ഒരു നല്ല ഒരു അന്തരീക്ഷം വരും, അവർക്കും ഒരു നല്ലൊരു എമൗണ്ട് വരും. പിന്നെ ഇവർക്ക് ഇതിനകത്തുനിന്ന് തന്നെ നമ്മൾ പൈസ കടം കൊടുക്കും, വല മേടിക്കാന്, പിന്നെ എന്തെങ്കിലും ഒരു അവരുടെ എൻജിൻ കേടായി കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ ഇതിനകത്തുനിന്ന് ഈ 10,000 രൂപ ഒരാൾ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു 6,000 രൂപ പലിശ പോലും മേടിക്കാതെ കൊണ്ട് കടമായി നമ്മൾ കൊടുക്കും. അതിന് നമ്മൾ ഇൻട്രസ്റ്റോ ഒന്നും മേടിക്കത്തില്ല. കാര്യം അതുകൊണ്ട് ഇവർക്ക് വല നഷ്ടപ്പെട്ടാലും എൻജിൻ നഷ്ടപ്പെട്ടാലും പെട്ടെന്ന് ഓടി വന്ന് നമ്മൾ അടുത്തുനിന്ന് ഒരു 5,000 രൂപ മേടിച്ചുകൊണ്ട് ഇവർക്ക് പോകാൻ പറ്റും. അവരുടെ കാശ് തന്നെ, പക്ഷെ നമ്മൾ അതിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് പോലും ഇല്ലാതെ കൊണ്ട് അവർക്ക് 5,000 രൂപ കൊടുക്കും. അവർ കുറേശ്ശെ തന്ന് ഈ എമൗണ്ട് ഇതുപോലെ ആക്കിയത്.
ഓ അത് ശരി. എന്തായാലും ഓണത്തിന് അവർക്ക് ഓണം അവരുടെ ഹാപ്പിയാണ്. ആഘോഷിക്കാനായിട്ടൊരു വകുപ്പ് അത് നമുക്ക് ഒരുപാട് ജോലിയാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം എഴുതിയെടുക്കണം, എഴുതിയെടുത്ത് കറക്റ്റായിട്ട് ഈ ബുക്കിനകത്ത് എല്ലാവരുടെയും പേരിൽ എഴുതണം. അങ്ങനെയുള്ള ഒരുപാട് ജോലിയുണ്ട്. എന്നാലും അവർക്കതൊരു വലിയ ഗുണമായി മാറുമെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ സമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ ഈ കടവ് ഇപ്പൊ എത്ര വർഷത്തോളമായി? ഇപ്പൊ 60 വർഷത്തിന് മേളിലാണ് ഇവിടെ മീനിന്റെ ലേലം തുടങ്ങിയിട്ട്. അത് ശരി. പണ്ട് ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പടിഞ്ഞാറക്കരയിൽ ഒരു കടവ് തുടങ്ങി. അതിനുശേഷമാണ് ഇവിടെ ഇപ്പം വള്ളങ്ങൾ വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും നല്ല ലാഭത്തിൽ മീൻ കൊടുക്കുന്ന രീതിയിലാണ് അവരും സഹകരിക്കാറുണ്ട്, വരുന്നവരും സഹകരിക്കാറുണ്ട്. ഇവിടെ കൂടുതലും കടക്കാരായിരുന്നു അല്ലേ? കച്ചവടക്കാരാ. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ലേല സൈറ്റിൽ ചെല്ലുമ്പം ഈ നമ്മുടെ ഇവിടുത്തെ കൊച്ചുകെട്ടിയെ സംബന്ധിച്ചുള്ള ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില വിളിച്ചു കയറ്റാൻ അവിടെ ആൾക്കാരെ നിർത്തും. അവര് വിളിച്ച് കയറ്റിയിട്ട് ഈ കൊണ്ടുവരുന്നവർ അവർക്ക് കമ്മീഷൻ കൊടുക്കും. പക്ഷെ നമ്മുടെ ഇവിടെ ആ പരിപാടിയില്ല. ആര് വിളിച്ചാലും അവർക്ക് ന്യായമായിട്ട് ഇവര് കൊടുക്കുകയും ചെയ്യും. അവർക്ക് അതുകൊണ്ട് ലാഭം കിട്ടുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ കർക്കാർ വരുന്നത് നമ്മുടെ ഇവിടെയാണ്. അത് ശരി. നമ്മുടെ ഇവിടെ ഗൂഗിൾ പേയും ക്യാഷും ഒക്കെ ആയിട്ട് എല്ലാം ഗൂഗിൾ പേയും എല്ലാം നമ്മുടെ അക്കൗണ്ടിൽ പ്രസിഡന്റിന്റെ അല്ല സെക്രട്ടറിയുടെ അക്കൗണ്ടിലോട്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് ഞങ്ങൾ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ സുല്ലേട്ടത്തെ ഇട്ടതാണ്. സുല്ലേട്ട എന്നാലും ഇതിന്റെ അകത്തോടെ നമ്പർ എന്ന് പറഞ്ഞേക്കോ. ഇപ്പൊ ദൂരെയുള്ളവർക്കൊക്കെ ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ 88 48 97 90 25. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ടായിരുന്നു. അവരെല്ലാം രാവിലെ വരാറുണ്ട്. ഇപ്പോഴും എന്നെ ഇന്നും രാവിലെ ഒരാൾ വിളിച്ചിട്ട് സുനിലേട്ട ഇന്നതുപോലെ ഇച്ചിരി മീൻ വേണം, ഞങ്ങൾ വരട്ടെ. ഞാൻ പറഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ എത്തിയിട്ടുണ്ട്, അവരിവിടെ നിൽപ്പുണ്ട്. അവർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് ഇപ്പൊ കറിക്കാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം നമ്മൾ ഈ ഐസ് ഇട്ട് അങ്ങനെ ഒരുപാട് ദിവസം പഴക്കമുള്ള മീനുകൾ കൂട്ടി ഇപ്പൊ തന്നെ ബാക്ടീരിയ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളും ഒക്കെ ആണ്. നമ്മുടെ ഇവിടെ വന്നിട്ട് ആൾക്കാരെല്ലാം വളരെ ഇതായിട്ട് അവരെല്ലാം വളരെ അവർക്ക് കിട്ടുന്ന മീൻ നല്ല ഫ്രഷാണ്. അവരുടെ എമൗണ്ടിൽ അവർക്ക് പറ്റുന്നുണ്ട്. ഇവിടെ നല്ല ലാഭത്തിനാണെന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു പച്ചയായ കാര്യമാണ് മറ്റു കടവിലേക്കാട്ടില്. ഈ 1.5 കിലോ നാരങ്ങുഞ്ചിന് തന്നെ നമ്മൾ 1 കിലോ മേടിക്കുന്നതിന് 450 രൂപ. ഇവിടെ 1.5 കിലോ നാരങ്ങുഞ്ചി കൊടുക്കുന്നത് 300 രൂപ, 350 രൂപ, 400 രൂപയ്ക്ക് താഴെ ഉള്ളൂ. അതും ഫ്രഷ് സാധനം. പിന്നെ നമ്മൾ പൊളിക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പൊടിമീനുകളൊക്കെ പൊളിക്കുന്നതോറും ടേസ്റ്റ് കൂടുതലല്ലേ. പൊടിമീനുകളൊക്കെ വളരെ വളരെ ഇതായിട്ടാണ് കൊടുക്കുന്നത്. ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. എല്ലാവരും സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്. നമ്മുടെ സെക്രട്ടറി വന്നിട്ടുണ്ട്. നമസ്കാരം. അതെ അതെ, ഞങ്ങൾ ഒന്നുകൂടെ വീണ്ടും വന്ന ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെക്കൻഡ് പാർട്ട് ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.